ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാത്രിയിൽ ബോധമില്ലാതെ പിച്ചും പേയും പറയുന്ന ഒരു പെണ്ണിനെ നമ്മൾ ആരെയാ കാണിക്കുന്നേ? സൈക്കാട്രിസ്റ്റിനെയല്ലേ? അങ്ങേര് ഭ്രാന്തനും മരുന്ന് കൊടുക്കുന്ന ആളാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? ഇത് അറിഞ്ഞു കഴിഞ്ഞ് രാജീവ് ഞങ്ങളെ ഇനി പറയാനൊന്നുമില്ല. ശാരദേ, ഇതെല്ലാം നിന്റെ തോന്നലുകളാ. നീ സ്വയം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങള്. ഇതിലൊന്നും ഒരർത്ഥമില്ലെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാവും. നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെന്നും നമ്മൾ നിരപരാധികളാണെന്നും ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളെ തന്നെയാണ്. അതിൽ നമ്മൾ വിജയിച്ചാൽ പിന്നെ ഒരാളെ നമ്മൾ പേടിക്കണ്ട. പക്ഷെ എനിക്ക് പേടി എന്നെ തന്നെയാ ഗോപാലേട്ടാ. അത് നിന്റെ മനസ്സിന്റെ ഉറപ്പില്ലായ്മയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. അതിനെ തരണം ചെയ്ത് മുന്നേറുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത്. നമ്മൾ നിരപരാധികളാണെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ 1000 കൈകളുണ്ടാവും. 1 2 അല്ല, 1000 കൈകൾ. ആ കൈകളിൽ എത്ര ചൂണ്ടുവിരലുകൾ നമ്മുടെ നേരെ ഉണ്ടാകും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ ശാരദേ. കക്കാൻ അറിയാമെങ്കിലേ എനിക്ക് നന്നായി നിൽക്കാനും അറിയാം. നിങ്ങൾക്ക് നിൽക്കാൻ അറിയാം, അതെനിക്കറിയുകയും ചെയ്യാം. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആ വിഷ്ണുവിനെ ഇതിൽ ബലിയാടാക്കല്ലേന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. ഇത് വെറും വിരട്ടലാണ്. ഒരാളും ഇതേക്കുറിച്ച് ഒന്നും അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ഇല്ലേ? ഇനി അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. പോരെ? നീ വെറുതെ ചിന്തിച്ചു കൂട്ടി കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട. നോക്ക്, നടന്നിരിക്കുന്ന ഒരു കൊലപാതകമാണ്. എത്ര കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്താലും എന്നെങ്കിലും ഇത് പുറത്തു വരുമെന്നൊരു കേട്ടുകേൾവി എല്ലാ കൊലപാതകത്തിന് പിന്നിലുമുണ്ട്. എത്ര വിദഗ്ധമായി കാര്യങ്ങൾ നീക്കിയാലും കേസിലേക്ക് നയിക്കുന്ന ഒരു തുമ്പ് അതാരാണെങ്കിലും അവശേഷിപ്പിക്കും. എത്ര ബുദ്ധിയുള്ളവനും പറ്റിപ്പോകുന്നൊരബദ്ധം അത് നമ്മുടെ ഈ കേസിലുണ്ടായിക്കൂടാ. നമ്മളായിട്ട് നമ്മുടെ ശവക്കുഴി തോണ്ടാൻ ഒരാൾക്കും അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മേ, രോഹിത് ശ്യാമയും കൂടി ഇത് എവിടേക്കാ പോകുന്നേ? അമ്മയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ലടി. ഒന്നും പറഞ്ഞില്ലേ? ഇല്ലടി. അവരിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. ഇനി അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ? 1-2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാ. എനിക്കറിയില്ല, പക്ഷേ അവര് ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു അവര് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുന്നു. എന്തൊക്കെയാടി ഞാൻ ഈ കേക്കുന്നേ? സുഖമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയില് ഇവളെവിടെ പോവാനാ? മുറിവൊന്നും കൃത്യമായിട്ട് ഉണങ്ങി കാണത്തില്ല. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ അമ്മ എന്നെ വന്ന് ചോദിക്കേ. വാ. നിങ്ങളിത് എവിടെ പോന്നു മോളെ? അതമ്മ, ഒരു യാത്ര. എവിടേക്കാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലമ്മേ. കുറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കണമെന്ന് രോഹിത് പറഞ്ഞു. അതുമല്ല, ഒരു ചേഞ്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണം അമ്മേ. അല്ല, മാറി നിൽക്കുന്നതൊക്കെ എന്തായാലും നല്ലതാ. പക്ഷെ എവിടേക്കാന്ന് പറയാതെ വീട്ടിലുള്ളവർ എന്തു പറഞ്ഞിരിക്കൂടി? പോണ്ടിച്ചേരിയിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. തൽക്കാലം ഞങ്ങൾക്ക് അവിടെ താമസിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് തൽക്കാലം മാറിക്കുന്നതന്നെ നല്ലത്. അപ്പൊ പപ്പിയമോളുടെ പഠിത്തോ? അതിന് ഞങ്ങൾ മോളെ കൂടെ കൊണ്ടുപോകുന്നില്ലമ്മേ. അവളുടെ പഠിത്തം വെറുതെ കളയണ്ട. അപ്പൊ പിന്നെ അവള് അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിച്ചാ ഞാനെന്ത് പറയൂടി? ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതും കാത്തു നിൽക്കുക അവള്. ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റായി മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് ശ്യാമെ മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഞങ്ങള് അധികം വൈകുന്നില്ല. ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമെന്ന് എനിക്കറിയില്ലല്ലോ. മോളെ, ശാലിനിയോടും വിഷ്ണുവിനോടൊന്നും പറയണ്ടേ? അമ്മ,
അതൊക്കെ അമ്മ അങ്ങ് പറഞ്ഞാൽ മതി. അതുമല്ല, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും പെട്ടെന്നാണല്ലോ. ആ ഇതാ ഓട്ടോ വന്നു തോന്നുന്നേ. ഞങ്ങളപ്പോ പോയിട്ട് വരാം. ശ്യാമേ, അമ്മ, ശരി അമ്മ. പോയിട്ടോ മോളെ. കേറ്. ഒന്നോർത്താ അത് നല്ലതാ. യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോ അവർക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ പറ്റുമല്ലോ. പറ്റണം. ഹാ ദേവി, കാത്തോളണം എന്റെ കുഞ്ഞുങ്ങളെ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. മോളെ, അയ്യോ എന്റെ പൊന്നുമോളെ. നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നെ മനഃപൂർവ്വം അസുഖക്കാരിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് എന്റെ മരുമോളുടെ സ്ഥാനത്തല്ലല്ലോ, മകളുടെ സ്ഥാനത്തല്ലേ. പിന്നെ തെറ്റ് കാണിച്ചോ വഴക്ക് പറയും, ചിലപ്പോ ശിക്ഷിക്കുകയും ചെയ്യും. അതൊന്ന് സ്നേഹമില്ലാത്തതിന്റെ പേരിലല്ല, സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാ. രാജീവനെ US എന്ന് വിളിച്ചപ്പം മോളെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള കാലം മോളെ ഞങ്ങളോടൊപ്പം അവിടെ നിന്നാ മതി. അതെന്തിനാ? വീണ്ടും ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ഭ്രാന്തിയാക്കി കിടത്താനാണോ? എന്റെ ശാരദാമ്മേ, ഒരു പനി വന്നാ നമ്മൾ എന്താ ചെയ്യാ? പനിയുടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും. രാത്രിയിൽ ബോധമില്ലാതെ പിച്ചും പേയും പറയുന്ന ഒരു പെണ്ണിനെ നമ്മൾ ആരെയാ കാണിക്കുന്നേ? സൈക്കാട്രിസ്റ്റിനെയല്ലേ? അങ്ങേര് ഭ്രാന്തിനും മരുന്ന് കൊടുക്കുന്ന ആളാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? ഇത് അറിഞ്ഞു കഴിഞ്ഞ് രാജീവ് ഞങ്ങളെ ഇനി പറയാനൊന്നുമില്ല. അതുകൊണ്ട് എന്റെ മോളെ എടുക്കാനുള്ളതൊക്കെ എടുത്തു. നമുക്കിപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാം. സമയമില്ല, പോവാം മോളെ, പെട്ടെന്ന് റെഡിയാവോ. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ശാരി, നീ ഇവരുടെ കൂടെ പോകുന്നുണ്ടോ? ഞാൻ പോവാം.